ദൃശ്യം 3 300 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. പടത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പരിശോധിക്കാം. പടത്തിന്റെ കഴിഞ്ഞ 22 ദിവസത്തെ അതിനു മുമ്പ് ആദ്യം കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് എഡിഷൻ ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. സിനിമ തിയേറ്റർ റിലീസിന് വന്ന് കഴിഞ്ഞ മാസം മെയ് 21 തീയതിയാണ്. സിനിമ അങ്ങനെ നാലാമത്തെ ആഴ്ചയിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോഴും സിനിമയ്ക്ക് നല്ലൊരു സ്ക്രീൻ കൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ. എന്തായാലും സിനിമയുടെ 22-ാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസിനെ പരിശോധിക്കാം. നമുക്ക് സിനിമയ്ക്ക് 22-ാം ദിവസം കേരളത്തിൽ 30 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 665 ഷോസ് ആണ് സിനിമയ്ക്ക് ഇന്നലെ മാത്രം സ്ക്രീനിങ് കാണാൻ സാധിച്ചത്. അതിൽ മലയാളം പകർപ്പ് മാത്രം 8.13% ആണ് കാണാൻ സാധിച്ചത്. രാവിലെ ഓൾമോസ്റ്റ് 4.40% ഒക്യുപ്പൻസി, ഉച്ചയ്ക്ക് ശേഷം സിനിമയ്ക്ക് 8.30%, വൈകുന്നേരം 5.60, രാത്രി ഇപ്പൊ സിനിമയ്ക്ക് 6.70. സിനിമേന്റെ ആ ഒരു നൈറ്റ് ഒക്യുപ്പൻസിയും നല്ലപോലെ കുറഞ്ഞു വരുന്നുണ്ട് 22-ാം ദിവസം ആകുമ്പോൾ നമ്മുടെ ദൃശ്യം 3 സിനിമയ്ക്ക്. എന്തായാലും പടത്തിന് കേരളത്തിൽ മാത്രം സിനിമയ്ക്ക് 30 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ചത്. ടോട്ടൽ അങ്ങനെ സിനിമ 22 ദിവസമുണ്ട്. 87 കോടി 84 ലക്ഷമാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ നെറ്റ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് വ്യാഴാഴ്ച അപ്രോക്സിമേറ്റ് ആയിട്ട് 26 ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമായി ഡൊമസ്റ്റിക്. ടോട്ടൽ 22 ദിവസം കൊണ്ട് സിനിമയ്ക്ക് നെറ്റ് കളക്ഷൻ 107 കോടി 96 ലക്ഷമാണ്. ഇനി സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 127 കോടി 39 ലക്ഷമാണ്. സിനിമ ഡൊമസ്റ്റിക് നല്ലൊരു കളക്ഷനിലോട്ടാണ് പോകുന്നത്. സിനിമയുടെ ഓവർസീസ് ഒക്കെ നല്ല പോലെ കുറഞ്ഞു വന്നിട്ടുണ്ട്. നിലവിലെ സിനിമയ്ക്ക് 111 കോടി 65 ലക്ഷമാണ്. 111 കോടിയുടെ മുകളിലോട്ട് സിനിമ പോകുന്നില്ല ഓവർസീസ് അല്ലെങ്കിൽ വിദേശത്ത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് തന്നെയാണ്. അങ്ങനെ 22 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 239 കോടി 4 ലക്ഷമാണ് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ തുടരും വാഴാറ്റും ഒക്കെ മറികടന്ന് നമ്മുടെ ദൃശ്യം 3 എന്ന സിനിമ മഞ്ഞുമൽ ബോയ്സിന് പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 22 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഓൾമോസ്റ്റ് 239 കോടി. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ 241 കോടി തകർക്കാനായിട്ട് നമ്മുടെ ദൃശ്യം സിനിമയ്ക്ക് മൂന്നാം ഭാഗം ഓൾമോസ്റ്റ് 3 കോടി അല്ലെങ്കിൽ 2 കോടി 53 ലക്ഷം ഒക്കെ സിനിമയ്ക്ക് ആവശ്യമാണ് നിലവില്. എന്നാൽ നമ്മുടെ മോളിവുഡിൽ തന്നെ 3rd ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയും മാറും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എമ്പുരാന്റെ തൊട്ട് പിന്നാലെ ആവും ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ടോപ്പ് 2ും ടോപ്പ് 3ും നമ്മുടെ ലാലട്ടൻ സിനിമയും മാറും നമ്മുടെ മോളിവുഡിലെ ഹയസ്റ്റ് ഗ്രോസിംഗ്. എന്തായാലും പടത്തിന്റെ 300 കോടി പോസ്റ്ററിന് സത്യാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെയാണ് സിനിമയ്ക്ക് 300 കോടിന് മുകളിൽ ഓൾമോസ്റ്റ് 330 കോടിയാണ് കാണാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നോക്കിയപ്പോൾ ലോക എന്ന പൊട്ടനാണെന്ന് ചോദിക്കേണ്ട അവസ്ഥയായി. കാരണം നമ്മൾ ഇത്രയും ദിവസമായിട്ട് സിനിമ 250 കോടിയിലോട്ട് പോലും എത്തിയിട്ടില്ല. അപ്പൊ പെട്ടെന്ന് 300 കോടി ക്ലബ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാനും ഞെട്ടി. പക്ഷെ അങ്ങനെയല്ല, സിനിമ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെയായിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 100 കോടിനടുത്താണ് സിനിമയുടെ ബിസിനസ് കളക്ഷൻ വിൽക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 330 കോടിനടുത്ത് സിനിമയുടെ ബിസിനസ് പ്ലസ് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിച്ചത്. എന്തായാലും കിടിലൻ കളക്ഷൻ തന്നെയാണ് നമ്മുടെ ലാലട്ടൻ ജിത്തു ജോസഫ് കോമ്പോയിൽ പുറത്തിറങ്ങി നമ്മുടെ ദൃശ്യം 3 എന്ന സിനിമ കരസ്ഥമാക്കി. ബിസിനസ് കളക്ഷൻ ആണെങ്കിലും സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ആണെങ്കിലും. എന്തായാലും സിനിമയുടെ ഒഫീഷ്യലായ ഒരു പോസ്റ്റർ നിലവിൽ സോഷ്യൽ മീഡിയ പേജസിലൊന്നും അവൈലബിൾ അല്ല. നിലവിൽ വാൾ പോസ്റ്ററിംഗ് ആയിട്ടാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പോസ്റ്റേഴ്സ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിനു മുമ്പ് ആദ്യം കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് എഡിഷനിൽ പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.